ഇത് തല്ലി പൊളിഞ്ഞ് ഞാൻ വല്ല വേറെ വല്ല പണിക്കും പോകും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കയ്യൊന്നും പറ്റി പോലെ മേലെ ഞാൻ പറയട്ടെ, അച്ഛനാണോ എന്റെ പൊന്നു ദൈവമേ? ജയന്റെ എത്ര സിനിമകളുണ്ട്. ആദ്യത്തെ കണ്ണിനി, ആരൂഢം, വാർത്തകൾ, കിരീടം, ചെങ്കോട്ട്, ഇതിലെല്ലാം ജയന്റെ അത് എത്ര മനോഹരം പറയട്ടെ. ഞാൻ ജയന്റെ അച്ഛനല്ല. ജയന്റെ അച്ഛനല്ല, പിന്നെ താനാരുടെ അച്ഛനാണോ? എന്റെ മകൻ വാസു. അവനെന്താ ജയന്റെ സിനിമയൊക്കെ കണ്ടു കണ്ട് ജയനെ പോലെ നടക്കും, ജയനെ പോലെ ചിരിക്കും. ജയനാന്ന് പറഞ്ഞാൽ അവൻ നടക്കണം. ഈശ്വര, ജയന്റെ അസുഖമാണോ? ജയന്റെ അസുഖം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല. ജയന്റെ അസുഖം ഡോക്ടറെ മാറ്റാൻ പറ്റൂ. ജയനാണല്ലോ. അതെ, സുരേഷ് ഗോപി അല്ലല്ലോ. എന്നാണ് സുരേഷ് ഗോപിയുടെ അസുഖം പിടിവിട്ടുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നു. അവൻ ഇവിടെ മുഴുവൻ വെടിവെച്ചിട്ട് അവസാനം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തിട്ട് അവൻ പോയത്. പോണ പോക്കിനൊരു സാധനം പറഞ്ഞു. അത് തന്നെ. എന്റെ മോനിൽ കാണുന്ന കുഴപ്പങ്ങളുണ്ട്. ഇവനെന്താ കുഴപ്പം? എന്നെ പൊന്നി ഡോക്ടറെ ഈ അസുഖം തുടങ്ങിയ പിന്നെ മിഡിൽ ടോപ്പിട്ട് ഏതെങ്കിലും ഒരു ബന്ധത്ത് റോട്ടിൽ പോയാൽ ഓട്ടെന്ന് കെട്ടിപ്പിടിക്കും. തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു 10 മാസം നിറഞ്ഞേക്കുന്ന ഒരു ആടുണ്ടായിരുന്നു. ഈ ആടിനെ കുതിരയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തടഞ്ഞത് ചത്തുപോയി. ഇതൊക്കെയാണ് അവന്റെ കുഴപ്പം. അവന്റെ പേരെന്താ പറഞ്ഞു? വാസു. വരില്ല. സീമയുടെ സമയത്ത് ജയേട്ടാ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞെത്തോ? സീമ അവന്റെ വീട്ടിലെ അതെ ഞാൻ വിളിച്ചോ വിളിച്ചോ എന്റെ കൊല്ലി ദൈവം ഈ തോട്ടപ്പുവിന്റെ മേത്താണ് ജയം വിളിച്ചത്. തോട്ടപ്പുവെന്നൊക്കെ പറഞ്ഞ പാമ്പ് കടിച്ചു. മുക്കുമ്പോ പോയതുകൊണ്ട് നാളെ കിട്ടില്ല. നീർക്കോലി അല്ലെങ്കിൽ നാറിപ്പോയില്ലേ? ഇവിടെ ഞാൻ തല്ലിക്കൊല്ല, ഇവിടെ ഞാൻ സ്നേഹിച്ചുകൊണ്ടു. പട്ടി എന്താ പേര് പറഞ്ഞു? മോനെ വാസു. വെറും വാസല്ല, പിന്നെ ബെൻസ് വാസു. ചെക്ക് പോണതാണ്. ഒരു പ്ലേറ്റ് ഇടിച്ച് തിന്നാൻ കൊടുക്കാനും പാടില്ല. അതെന്താണോ? അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ആണെന്ന്. അത് ശരി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാനും പാടില്ല. അതെന്താ? ട്രെയിൻ പിടിച്ച് കളിക്കും. എന്തിന്? അവന്റെ ബെൽറ്റാണ്. ദൈവമേ, എണീക്കാൻ പാടും ജീവനില്ലാത്ത എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ കുത്തിക്കയറി ചവിടും. എന്താ നിന്റെ പണി? കോൺക്രീറ്റ് പണിക്ക് പോകുന്നു. മനസ്സിലായ? ശശികേശിയുടെ കൂടെ വാർത്തപ്പണിക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ പണിയില്ലേടോ? ഇപ്പൊ പണിയില്ലേന്നോ? ഇവന് പണി കൊടുത്തത് അവർക്ക് വലിയ പണിയായില്ലേ? തമിഴ്നാട്ടിൽ നിന്ന് അന്യായ വില കൊടുത്തുകൊണ്ടുന്ന കമ്പി മൊത്തം ഒറ്റയ്ക്ക് ഇങ്ങനെ വളച്ചു കളഞ്ഞ വാർത്തപ്പണിയാകുമ്പോ പിന്നെ കമ്പി വളയ്ക്കാനുള്ളതല്ലേ? വളച്ചോട്ടെ. ഇത് മൊത്തം സീമയുടെ വളയാണെന്ന് പറഞ്ഞ് ഞാനിതാണ് പറഞ്ഞേ. ഈ ഉള്ള കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജയന്റെ അസുഖം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല. ജയന്റെ അസുഖം മാറ്റാൻ ഡോക്ടർക്ക് പറ്റൂ. ഇവിടെ ഞാൻ തപസ് ചെയ്താലും ഈ അസുഖം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല. ജയന്റെ അസുഖം മാറ്റാൻ ഡോക്ടർക്ക് പറ്റും. ജയന്റെ അസുഖം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല. പറ്റൂലോ? എന്താ പറ്റില്ലാത്തത്? എന്താ പറ്റൂലാത്തന്നാ? ഇവിടെ ഇതേ അസുഖമായിട്ട് 10-20 കൊല്ലമായി ഇവിടെ ചികിത്സ കഴിയുന്ന 5-6 വേറെ ഉണ്ടോ? എവിടെ? Silva
You're not a